ഞങ്ങളെ ശുശ്രൂഷിച്ചാലും. Thank you for coming. Praise the Lord. Praise the Lord. സ്തോത്രം സ്തോത്രം. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. സ്തോത്രം ചെയ്യുന്നു എല്ലാവരെയും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനെ എന്നെ ഈ വീട്ടിലേക്ക് വിളിച്ച പ്രിയ ശിശുവോടും ആയിരിക്കുന്ന എല്ലാവരോടും ദൈവനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. അല്പനേരം നമുക്ക് ദൈവ വചനത്തിനകത്ത് നിന്ന് ചിന്തിക്കാം. രാത്രി ദൈവാത്മാവ് നമ്മുടെ വചനത്തിലൂടെ ദൈവാത്മാവ് നമുക്ക് ദൈവം നമ്മോട് സംസാരിക്കും. നമ്മൾ ഒരുക്കത്തോടെ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിനോട് ആഗ്രഹത്തോടെ ദൈവസനത്തിൽ ഇരുന്നാൽ ഇന്ന് നിശ്ചയമായും ദൈവാത്മാവ് നമ്മോട് സംസാരിക്കും. ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ വിടുതല്, വലിയ ഒരു വെളിപ്പാട് പരിശുദ്ധാത്മാവ് കൈമാറും. ഒരു വാക്ക് പ്രാർത്ഥിക്കുക. ഒരുമിച്ച് എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട് ഒരു വാക്ക് അനുഭവിച്ചു പ്രാർത്ഥിക്കുക. സ്വർഗ്ഗസ്ഥ പിതാവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്, ഈ രാത്രികാലം പരിശുദ്ധാത്മാവെ അങ്ങ് സംസാരിക്കണം കർത്താവെ. എന്റെ ശബ്ദം കേൾക്കുന്നവർ കർത്താവ് ഏത് മുറിക്കകത്താണോ, ഏത് സ്ഥലത്താണോ, ഏത് ദേശത്താണോ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ, ആദിയിൽ വെള്ളത്തിൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് കർത്താവിനായിരിക്കുന്നിടത്ത് ഇപ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവരുടെ മുറിക്കകത്തേക്ക് ഇറങ്ങട്ടെ കർത്താവേ. ശകൽക്കവന ഹദര രഹസ്യ രാത്രി കർത്താവിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഒരു പിടിച്ച വാളുമായി ദൈവദൂതന്മാർ മീറ്റിങ്ങിനകത്ത് വ്യാപരിക്കണം കർത്താവേ. ഓരോ മുറികൾക്കകത്തും ദൈവദൂതന്മാർ ഇറങ്ങുന്ന രാത്രിയായി മാറട്ടെ. പരിശുദ്ധ ദൂതന്മാർ ഇതിനു വേണ്ടി ചലിക്കട്ടെ. കേൾക്കുന്ന ദൂതുകൾ കർത്താവേ, അത് കർത്താവിന്റെ ദൂതന്മാർ ഇറങ്ങി വ്യക്തികളുടെ മേൽ വിടുതലായി രഹസ്യ ദൈവപ്രവൃത്തിയായി മാറത്തക്കവണ്ണം ദൈവാത്മാവ് സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കും, വലിയ വിടുതലായിരിക്കും. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ, ആമേൻ. നമുക്ക് രാത്രിയത്തെ ചിന്തക്കായി ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഒന്ന് ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാം വാക്യം. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ആമേൻ, ആമേൻ. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ആമേൻ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അതിൽ പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവിന്റെ രാത്രി നമ്മുടെ നടുവിലുണ്ട്. അതിൽ രക്ഷിക്കപ്പെട്ട ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ ഇവിടെ വചനം പറയുകയാണ്, ദോഷികളായ ഒരപ്പനമ്മമാർ തന്റെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർ, യാചിക്കുക എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ ചോദിക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത്. തന്നോട് ചോദിക്കുന്നവർക്ക് അപ്പന്റെ അടുക്കൽ ഒരു മകൻ ചോദിക്കാൻ അവന് അവകാശമുണ്ട്. ഭക്ഷണം കഴിക്കാൻ മക്കൾ വീട്ടിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ മാതാപിതാക്കളോട് അവര് കൽപ്പിക്കുകയാണ്. അപ്പൊ ആഹാരം എവിടെയാണ്, ഇന്ന കാര്യം എവിടെയാണ്, അത് പറയുമ്പോൾ, അത് ചോദിക്കുമ്പോൾ ആ അപ്പനും അമ്മയും അത് അവർക്ക് എടുത്തു കൊടുക്കും. ഇതുപോലെ മക്കളായ നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ കഴിയും. എന്താണ് ചോദിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ ചോദിക്കും. ആമേൻ. പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ ആ കൃപ അല്ലെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ നമ്മൾ ചോദിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് നമ്മളെ നയിക്കുവാൻ ദൈവം സത്യത്തിന്റെ ആത്മാവിനെ അയക്കുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്നാണ് വചനം പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയാം, ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളായിരിക്കുന്നെങ്കിൽ, ഏത് സാഹചര്യമാണെങ്കിലും പരിശുദ്ധാത്മാവിന് നിങ്ങളെ വഴി നടത്തുവാൻ കഴിയും. ഹല്ലേലൂയ. ഏത് വ്യക്തിയെയും സത്യത്തിൽ വഴി നടത്തുവാൻ, മുൻപോട്ട് കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. കർത്താവ് അതാണ് പറയുന്നത്, ഞാൻ പോയാൽ നിങ്ങൾക്ക് അധികം പ്രയോജനമാണ്. യേശു പോയത് അധികം പ്രയോജനമാണ്. ഞാൻ പോയാൽ സത്യത്തിന്റെ ആത്മാവിനെ ഞാൻ പിതാവിനോട് ചോദിച്ച് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും. അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഹല്ലേലൂയ. നമുക്കൊരു വചനം വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം ഒന്ന് വായിച്ച. റോമാലേഖനം
8-ാം അധ്യായം 32-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം എഴുതുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് റോമാലേഖനം. അതിനകത്ത് ഏറ്റവും കാതലായിട്ടുള്ള ഒരു അധ്യായമാണ് 8-ാം അധ്യായം. അതിനകത്ത് പൗലോസ് പറയുകയാണ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നെ അവനോട് കൂടെ സകലതും നൽകാതിരിക്കും. ആമേൻ. സകലതും നൽകാതിരിക്കുമോ? അപ്പോ അവിടെ പറയുകയാണ്, സ്വന്തം പുത്രനെ ഒരു അപ്പൻ കൈമാറിയുണ്ട്. അല്ല, നമ്മൾ കേട്ടതുപോലെ എബ്രഹാം അല്ലെ മോറിയ മലയിലേക്ക് കയറുമ്പോൾ സ്വന്തം പുത്രനെയാണ് യാഗം അർപ്പിക്കാൻ പോകുന്നത്. സ്വന്തം പുത്രനെ അത് യാഗം അർപ്പിക്കാൻ പോകുമ്പോൾ അലിയ എബ്രഹാമിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ വേദനയുണ്ട്. കാരണം വർഷങ്ങളായി താൻ ആഗ്രഹിച്ച് ലഭിച്ച തന്റെ സ്വന്തം ചോരയിൽ ഉണ്ടായ തന്റെ വാഗ്ദത്ത സന്തതിയാണ് ഈ ഇസഹാക്ക്. ഈ ഇസഹാക്കിനെയാണ് ദൈവത്തിന് വേണ്ടി യാഗമായി അർപ്പിക്കാൻ വേണ്ടി ആ മോറിയ മലയിലേക്ക് എബ്രഹാം കയറുന്നത്. അത് തനിക്കുള്ളതെല്ലാം അവിടെ എബ്രഹാം ഇറക്കി വെക്കാൻ തയ്യാറാകുക. ഇതുപോലെ സ്വർഗീയ പിതാവ് തന്റെ പുത്രനായ, തന്റെ മടിയിലിരിക്കുന്ന, തന്റെ കൂടെ ഇരിക്കുന്ന തന്റെ ഓമന കുമാരനായ യേശുവിനെ തകർക്കുവാൻ ഈ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി തന്നെങ്കിൽ അവനോട് കൂടെ സകലതും നൽകാതിരിക്കുന്നു. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, യേശുവിനെ തന്നെങ്കിൽ നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരവും കർത്താവ് തന്നിരിക്കും. രാത്രി യേശുവിനെ തന്നെങ്കിൽ അവനോട് കൂടെ, ആരോട് കൂടെ? യേശുവിനോട് കൂടെ സകലതും ഉണ്ട്. അഥവാ ക്രിസ്തുവിൽ നിനക്ക് സകലതും ലഭിച്ചിരിക്കുക. ക്രിസ്തുവിൽ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. അവനോട് കൂടെ നിനക്ക് വേണ്ട സകല നന്മകളും സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കി കഴിഞ്ഞു. ആത്മാവിനൊന്ന് ആരാധിച്ച് രാത്രി ദൈവാത്മാ പറയുന്നത് നിനക്ക് വേണ്ടതെല്ലാം അവൻ ക്രിസ്തുവിൽ കരുതി കഴിഞ്ഞിരിക്കുക. ആ മലയിലേക്ക് കയറുമ്പോൾ എബ്രഹാം പറയുകയാണ് ആട്ടുകുട്ടി എവിടെയെന്ന് ചോദിച്ച ഇസഹാക്കിനോട് എബ്രഹാം പറയുകയാണ്, ദൈവം കരുതിക്കൊള്ളും. രാത്രി പറയാ, ചിലരെ നോക്കിയാൽ വിളിച്ചു പറയാ, നീ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച വ്യക്തിയാണെങ്കിൽ, സ്വന്തം പുത്രനെ തന്നെങ്കിൽ നിന്റെ ആവശ്യങ്ങൾക്കുള്ളതും ദൈവം കരുതിക്കൊള്ളും. അത് വിശ്വാസമുള്ളവർ ഒന്ന് കരമടിച്ചൊന്ന് ദൈവത്തെ വിശ്വാസത്താൽ ആമേൻ പറഞ്ഞു ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടത് സ്വർഗം കരുതിയിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ചില കരുതൽ നീ കാണും. ആ മോറിയ സ്വന്തം പുത്രനെ കൊടുക്കാൻ വേണ്ടിയാണ് എബ്രഹാം കേറുന്നത്. സ്വന്തം പുത്രനോട് കൂടെ. ആമേൻ. എബ്രഹാം പറയുക, സ്വന്തം പുത്രനെ ഞാൻ കൊടുക്കുമ്പോ എബ്രഹാം അവിടെ ഹൃദയത്തിലാകത്ത് പറയുക, ദൈവം അവിടെ ചില കരുതൽ വെച്ചിട്ടുണ്ട്. അർപ്പിക്കുമ്പോൾ ദൈവം ചില കരുതലുകൾ വെച്ചിട്ടുണ്ട്. പുത്രനോട് കൂടെ ദൈവത്തിന്റെ ചില കരുതൽ വെളിപ്പെടും. നിലകളിൽ നീ കരഞ്ഞിട്ടുണ്ടാവും, വേദനപ്പെട്ടിട്ടുണ്ടാവും. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, ഭാരം വിട്ട പോലെ പലപ്പോഴും വേദനപ്പെട്ട് പത്രോസ് ചോദിച്ചതുപോലെ ഞങ്ങൾക്ക് നാഥ എന്ത് ലഭിക്കും, എന്ത് കിട്ടുമെന്നുള്ള ചോദ്യത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ മകൻ നിന്നോട് ദൂത് പറയുകയാണ്. യേശുവിനെ നൽകുമ്പോൾ പിതാവായ ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഗുപ്തനദികൾ ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞ കർത്താവ് പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്. അത് മറഞ്ഞിരിക്കുന്ന ചില നന്മകൾ ഇന്ന് രാത്രി മറനീക്കി പുറത്തു വരാൻ വേണ്ടി പോകുകയാണ്. വലിയ പ്രതീക്ഷകളൊക്കെ അച്ഛ സമയത്താണ് നീ നിൽക്കുന്നത്.
വഴികളെല്ലാം അടഞ്ഞു. നിനക്ക് നന്മ വരേണ്ട വഴികളെല്ലാം അടഞ്ഞു. നീ പ്രതീക്ഷിക്കുവാൻ വകയൊന്നുമില്ലാതെയാ രാത്രി കിണറിനകത്തായിരിക്കുന്നത്. അവരെ നോക്കി വിളിച്ചു പറയുന്നു, ബാലന്റെ മേൽ കത്തി ഉയർത്തുമ്പോ സ്വർഗം വിളിച്ചു പറയാ, ബാലന്റെ മേൽ കൈവെക്കരുത്. വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ ഒരു കരുതൽ വെളിപ്പെട്ടിട്ടുണ്ട്. നിന്റെ കാലം ഒരു ദൂത് പറയാം, നിന്റെ തലമുറ നശിക്കത്തില്ല, നിന്റെ തലമുറ വാള് വീഴത്തില്ല, നിന്റെ തലമുറ നാശം ഉണ്ടാവത്തില്ല. അവനോട് കൂടെ നിന്റെ തലമുറയ്ക്ക് വേണ്ട വിടുതലോ, നിന്റെ തലമുറ ചെയ്യാനുള്ള നന്മയോ സ്വർഗം വേണ്ടി വെളിപ്പെടുത്തുന്നു. വിശ്വാസമുള്ളവർ ഇന്ന് രാത്രികാലം ആമേൻ പറഞ്ഞത് ഇസഹാക്ക് മരിക്കത്തില്ല, ഇസഹാക്ക് തകരത്തില്ല, നിന്റെ വാക്തത്വ തകരത്തില്ല. അവന്റെ പ്രാർത്ഥിച്ച് റകൽക്കമന മനുഷ്യറകൽക്കനകസ്യ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വന്തം പുത്രനെ തന്നെങ്കിൽ അവനോട് കൂടെ സകലതും നൽകാതിരിക്കും. ഞാൻ വിശ്വസിക്കുക എബ്രഹാമിന് ദൈവം കൊടുത്ത കുഞ്ഞ്, ഹല്ലേലൂയ, അത് എബ്രഹാമിന്റെ കുഞ്ഞാണ് എബ്രഹാം കാണുന്നത്. പക്ഷെ ദൈവം കാണുന്നത് അത് എബ്രഹാമിന്റെ കുഞ്ഞായിട്ടല്ല, ദൈവത്തിന്റെ കുഞ്ഞായിട്ടാണ്. ഞാൻ പറയാം, നിന്റെ കുഞ്ഞിനെ നീ നിന്റെ കുഞ്ഞാന്ന് പറഞ്ഞ് പലപ്പോഴും ഭാരപ്പെടുന്നുണ്ടാവാം. പക്ഷെ ഞാൻ പറയാം, നിന്റെ കുഞ്ഞിനെ നീ കരുതുന്നേക്കാൾ, നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ അവളുടെ ഭാവിക്ക് വേണ്ടി, അവന്റെ ഭാവിക്ക് വേണ്ടി സ്വർഗം ഉണ്ട് കേട്ടോ. ആരോടോ ദൈവാത്മ പറയുന്നത്, നിന്റെ കുഞ്ഞിന് വേണ്ടി ഫീസ് അടയ്ക്കുവാൻ, അഡ്മിഷന് വേണ്ടി നിനക്ക് പൈസ ഉണ്ടാവത്തില്ല, പക്ഷെ നിന്റെ കുഞ്ഞിന്റെ വിഷയത്തിന് വേണ്ടി സ്വർഗം ചില കരുതലുകൾ വെളിപ്പെടുത്തി. ഇസഹാക്കിന്റെ മേൽ കത്തി വീഴാതിരിക്കുവാൻ സ്വർഗം ഒരു കുഞ്ഞാടിനെ മോറിയ മലയിലേക്ക് കയറുന്നതിന് മുമ്പേ, ഹല്ലേലൂയ, ദൈവം അവിടെ കരുതി വെച്ചു. പ്രിയ ജനമേ, ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം, നീ ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പേ, യേശു ക്രിസ്തുവിനെ നിനക്ക് വേണ്ടി തരുന്നതിന്, ആ തരുമ്പോൾ തന്നെ അതിലെ സ്വർഗം അവനോട് കൂടെ നിനക്ക് വേണ്ടി ദൈവം ചില കരുതൽ വെച്ചിട്ടുണ്ട്. രാത്രിക്കാലം ചിലരെ ദൈവാത്മാവ് അപ്രകാരമുള്ളൊരു വിശ്വാസത്തിനകത്തേക്ക് മടക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ രക്ഷിക്കപ്പെട്ട സമയത്തുള്ള വിശ്വാസം ഇന്ന് രാത്രിക്കാലം അത് മടങ്ങി വരട്ടെ. നിനക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ധൈര്യമുണ്ടായിരുന്നു, ദൈവം കരുതിക്കൊള്ളും. സ്വന്തം പുത്രനെ തന്നെങ്കിൽ, ദൈവജനമേ, സ്വന്തം പുത്രനെ ദൈവം കൊടുത്തെങ്കിൽ അവനോട് കൂടെ സകലം നൽകാതിരിക്കുമോ? ഇസഹാക്കിന്റെ മേൽ ആ ബന്ധനം അഴിയേണ്ടതിന്, ആ കെട്ടഴിയേണ്ടതിന് അപ്പം കൈയും കാലും കെട്ടി ആ യാഗമൃഗത്തെ പോലെ, ആ യാഗവസ്തുവിനെ പോലെ ആ കുഞ്ഞിനെ കെടുത്തിയപ്പോ അവന്റെ കെട്ടഴിയുവാൻ അപ്പുറത്ത് ഒരു കുഞ്ഞാടിനെ സ്വർഗം കരുതി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോ ഏതൊക്കെയോ തലമുറകളുടെ മേൽ ഇന്ന് രാത്രി കെട്ടുകൾ അഴിയുകയാണ്. നിന്റെ കുഞ്ഞിന്റെ മേൽ വന്ന ചില പാരമ്പര്യങ്ങളും ചില തടസ്സങ്ങൾ അടച്ചതും എല്ലാം ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയാണ്. അപ്രകാരം പറയാം, ചില പാരമ്പര്യ മുഖങ്ങൾ, ചില തലമുറ മാറുക, അപ്പന്മാര് കെട്ടിയ ചില കെട്ട്, പിതാക്കന്മാരുടെ അവകാശം പറഞ്ഞ് ബന്ധിച്ച ചില ബന്ധനങ്ങൾ തലമുറകൾ വിട്ട് അഴിഞ്ഞു മാറുകയാണ്. യേശുവിന്റെ സ്വീകരിച്ചോ ഇന്ന് രാത്രിക്കാലം അപ്പന്മാര് കെട്ടിയ ചില കെട്ടുകളെ അഴിച്ചു മാറ്റി. റാഹേല് പുറപ്പെട്ടപ്പോ, യാക്കോബ് രണ്ടു കൂട്ടമായി പുറപ്പെട്ടപ്പോ റാഹേലിന്റെ ഹല്ലേലൂയ ആ ഒട്ടകത്തിന് അവളുടെ വസ്ത്രങ്ങളോടുകൂടെ അപ്പന്റെ വിഗ്രഹം ആ വസ്തുവിന് ആ അവളുടെ അകത്തുണ്ടായിരുന്നു. അതിൽ എവിടെയോ പറ്റിപ്പിടിക്കുന്ന ചില വിഗ്രഹ ശക്തികൾ, പുറം പറ്റുന്ന പിൻപറ്റുന്ന ചില വിഗ്രഹ ശക്തികൾ, പിതാക്കന്മാരുടെ ചില അവകാശങ്ങൾ. ഇന്ന് രാത്രി ഞാൻ പറയാം, പിതാക്കന്മാരുടെ ഒരു അവകാശവും നിനക്ക് വേണ്ട. ഇന്ന് രാത്രിക്കാലം അപ്പന്മാരെ സേവിച്ചു നിന്ന് ഒരു അവകാശവും നിനക്ക് വേണ്ട. യേശുവിൽ വിശ്വസിച്ചത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അപ്പന്മാരുടെ അവകാശങ്ങളെ സ്വർഗം അഴിച്ചു മാറ്റി. നിങ്ങൾക്കറിയാമോ, കെട്ട് സ്വർഗം അഴിച്ചു. ഇസഹാക്കിന്റെ കെട്ടഴിച്ച്
ആട്ടിൻകുട്ടിയെ ഇസഹാക്കിന് പകരമായി യാഗമർപ്പിച്ചു. അങ്ങനെ പറയാം, സ്വന്തം പുത്രനെ തന്നെങ്കിൽ അവനോട് കൂടെ സകലതും നൽകാതിരിക്കും. ഹല്ലേലൂയ. ഇതിനകത്ത് ഞാൻ പറയാം, ദൈവം നമുക്ക് തന്നത്, അവനെ ഏൽപ്പിച്ച് തന്ന് അവനോട് കൂടെ ദൈവം നമുക്ക് ചില നന്മകൾ തന്നിട്ടുണ്ട്. നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിക്കും. 11-ാം അധ്യായം 7-ാം വാക്യം. ഹല്ലേലൂയ. അവർ പോയ ശേഷം യേശു യോഹന്നാനെ കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല, എന്ത് കാണുവാൻ പോയി? മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മാർദ്ദവ വസ്ത്രം ധരിക്കുന്നവർ രാജഗൃഹങ്ങളിലല്ലോ. അത് ആ വചനമല്ല. 7-ാം അധ്യായം 11-ാം വാക്യം. സോറി. ഓക്കെ. മാത്യു 7:12. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത്. 7:11. മാത്യു 7:11. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. ഇവിടെ പറയുകയാണ്, സ്വർഗസ്ഥനായ പിതാവ് ദോഷികളായ അപ്പനമ്മമാർ നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം നന്മ കൊടുക്കും. ആമേൻ. രാത്രികാലം യാചിക്കുന്നവർക്ക്, ചോദിക്കുന്നവർക്ക് സ്വർഗം നന്മ കരുതിയിട്ടുണ്ട്. അല്ല, മറ്റൊരു സ്ഥലത്ത് വചനം പറയുകയാണ്, തന്നോട് യാചിക്കുന്നവർക്ക് അഥവാ ചോദിക്കുന്നവർക്ക് എത്ര അധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കും. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം പറയാം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ, പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ വന്നാൽ നിനക്ക് ലഭിക്കുന്നത് നന്മയാണ്. ദൈവം സകല നന്മകളും, അല്ല, ദൈവം സകല അനുഗ്രഹങ്ങളും, സകല നന്മകളും അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിൽ അല്യ നിന്റെ മേൽ പകർന്നിരിക്കുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന, അഭിഷേകം പ്രാപിച്ചിട്ടുള്ളവർ രാത്രികാലം കരമുയർത്തി സ്തുതിച്ചേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നപ്പോൾ ദൈവം ഹല്ലേലൂയ നിനക്ക് തരേണ്ട സകല നന്മകളും പരിശുദ്ധാത്മാവിൽ നിനക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ നന്മകളെ നീ മുൻപോട്ട് പ്രാപിക്കത്തക്കവണ്ണം നീ പരിശുദ്ധാത്മാവിനോട് കൂടെ നടക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുമ്പോൾ നിനക്ക് ആ നന്മകൾ ലഭിക്കുവാനിടയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, ഹല്ലേലൂയ, ദൈവം യാക്കോബിനെ ഹല്ലേലൂയ ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ നടുവിൽ, അത് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിന്റെ നടുവിൽ, ഒരു കാടിന്റെ അനുഭവത്തിനകത്ത് വെച്ചാണ് അവനൊരു ദൈവ ശബ്ദവും ദൈവിക ദർശനവും ഉണ്ടാകും. അന്ന് വരെ ദൈവശബ്ദം കേട്ടിട്ടില്ല, ദൈവികമായ ഒരു ദർശനം ഉണ്ടായിട്ടില്ല. പക്ഷെ ആ സാഹചര്യത്തിന് നടുവിൽ യാക്കോബിന് അവൻ ദൈവം ഒരു ഗോവേണി കാണിച്ചു. അതിലൂടെ കയറി ഇറങ്ങുന്ന ദൂതന്മാരെ കാണിച്ചിട്ട് ദൈവം എന്താണെന്ന് ചോദിച്ചാൽ അവനെ ദൈവം വ്യക്തമായി ഗൈഡ് ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതിനകത്ത് എവിടെ പോകണം, എന്ത് ചെയ്യണം, ഏത് റൂട്ട് ഞാൻ തിരഞ്ഞെടുക്കണമെന്ന് ചോദ്യത്തോടെ ഇരിക്കുന്നവരോട് ഞാൻ പറയാം, ദൈവികമായ ചില എൻകൗണ്ടറുകൾ നിന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് ദൈവം കൊണ്ടെത്തിക്കാൻ പോകും. ആമേൻ. ദൈവാത്മാവ് ഇങ്ങനെ പറയുകയാണ്, നീ ചില സ്ഥലങ്ങളിൽ പോകും, അവിടെ പക്ഷെ നീ അവിടെ ഒതുക്കപ്പെടത്തില്ല. ആ സ്ഥലത്തിനകത്ത് നീ ഒരു അനുഗ്രഹത്തോടെ തിരിച്ചു വരും. യാക്കോബിനോട് പറയുകയാണ്, നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ അവിടെ പോയി, നീ അവിടെ മടങ്ങി നിന്റെ ഈ സ്ഥലത്തേക്ക് നീ മടങ്ങി വരുമെന്ന് ഹല്ലേലൂയ ദൈവാത്മാവ്, ദൈവം യാക്കോബിനോട് ദർശനത്തിൽ പറയും. അത് ലാബാന്റെ ഭവനത്തിനകത്ത് നല്ല ഒരു അനുഭവമല്ല. ലാബാന്റെ ഭവനത്തിനകത്ത് ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ്. ലാബാന്റെ ഭവനത്തിനകത്ത് ചതിയുണ്ട്. ആ അനുഭവത്തിനകത്തൊക്കെ യാക്കോബ് കയറിപ്പോയിട്ടും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് ഒരിക്കലും അവൻ തകർക്കപ്പെടുവാൻ ഇടയായില്ല. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം, നീ ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നുപോയ വ്യക്തിയായിരിക്കാം, പക്ഷെ നീ സ്റ്റക്കായി നിൽക്കാൻ ദൈവം അനുവദിക്കില്ല.
ആത്മാവ് പറയുകയാണ്, ഇന്ന് രാത്രികാലം ദൈവം നിന്റെ പേരുടെ അഭിഷേകത്തെ പകരും. Hallelujah. Receive it, Daddy. വരുമ്പോൾ ദൈവം ചില ദർശനങ്ങൾ കാണിച്ചു തരും, ദൈവം ചില സ്വപ്നങ്ങൾ കാണിച്ചു തരും. Amen. നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, നിന്നെ പുറത്തെടുക്കുവാൻ ദൈവം ചില സ്വപ്നങ്ങൾ നിനക്ക് തരും. Amen. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? Hallelujah. Receive it, Daddy. യാക്കോബിന് ഒരു ദർശനമാണ് കൊടുത്തത്, അല്ല ഒരു സ്വപ്നമാണ് കൊടുത്തത്. ആ സ്വപ്നത്തിലൂടെ ദൈവം ഒരു അനുഗ്രഹം അവന് കൊടുത്തു. അല്ല പുതിയ നിയമത്തിലും ഇതുപോലെ പരിശുദ്ധാത്മാവ് ദർശനങ്ങൾ കൊടുത്ത ആൾക്കാരുണ്ട്. നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തി ഹല്ലേലൂയ 10-ാം അധ്യായത്തിനകത്ത് ഹല്ലേലൂയ നമുക്ക് വായിക്കാം. ഇവിടെ ഹല്ലേലൂയ 2 പേർക്ക് ദൈവം ദർശനം കൊടുക്കുക 10-ാം അധ്യായത്തിനകത്ത്. ഒന്ന് ഹല്ലേലൂയ കൈസരിയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർനെല്യോസ് എന്ന പേരുള്ള ശതാധിപൻ ഉണ്ടായിരുന്നു. ശതാധിപന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി അതിൽ തോൽക്കൊല്ലനായ ശിമോന്റെ വീട്ടിൽ പാർക്കുന്ന ഹല്ലേലൂയ പത്രോസിനെ വിളിക്കുവാൻ ദൈവദൂതൻ ഹല്ലേലൂയ കൊർനെല്യോസിനോട് ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ദൈവം ഹല്ലേലൂയ പത്രോസിനെ, നിങ്ങൾ ശ്രദ്ധിക്കണേ, പത്രോസിനെ ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം വേർതിരിക്കുവാൻ ദൈവം ഒരു ദർശനം കാണിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയാം, പരിശുദ്ധാത്മാവിനോട് നീ സഹകരിക്കുമ്പോൾ നിനക്ക് ദൈവം ചില ദർശനങ്ങൾ തരും. പത്രോസ് അന്ന് വരെ യഹൂദന്മാരുടെ നടുവിൽ മാത്രമാണ് ശുശ്രൂഷ ചെയ്തിട്ടുള്ളത്. അവൻ അതിനപ്പുറമായി ഒരിക്കലും ഹല്ലേലൂയ ഒരു ജാതികളുടെ ഇടയിൽ ശുശ്രൂഷയ്ക്കായിട്ട് പത്രോസ് കടന്നു പോയിട്ടില്ല. പത്രോസിന്റെ ശുശ്രൂഷ ഒരു പരിധി ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ നടുവിൽ മാത്രം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന പത്രോസിന്റെ ചിന്താഗതിക്കൊരു മാറ്റം വരുത്തുവാൻ ദൈവം ഒരു ദർശനം ഏൽപ്പിച്ചു. പറയാം, ചിലർക്ക് ദർശനങ്ങൾ തരാൻ പോകുകയാണ്. നിന്റെ പരിധികളെ പൊളിക്കാനുള്ള ഒരു ദർശനം. യാക്കോബിന് ഒരു ദർശനം കൊടുത്ത്, സ്വപ്നം കൊടുത്ത് പരിധിയെ പൊട്ടിച്ചു. അവൻ പുറത്തു വന്നതുപോലെ രാത്രി ചില പരിധികളെ ആത്മാവ് പൊട്ടിക്കുക. ഇതിനകത്ത് ആരെങ്കിലും പരിധികൾ പൊട്ടിക്കുക. അത് യേശുവിന്റെ നാമത്തിൽ നിന്റെ പരിധികളെ ദൈവം പൊട്ടിച്ചു കളയും. സ്തോത്രം, 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 സ്തോത്രം. എവിടെയോ ഏതോ സ്ഥലത്ത് ഒതുക്കപ്പെടേണ്ടവളെ പോലെ ഇരിക്കുന്ന അനുഭവത്തിനകത്ത് നിന്ന് സ്വർഗം നിന്നെ പുറത്തെടുത്ത് ദൈവികമായ ഒരു വിശാലതയിലേക്ക് ഇന്ന് രാത്രി കൊണ്ടുവരികയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ ഒരു ദൈവിക ശുശ്രൂഷയിലായിരിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ഒരിക്കലും ഒരു സഭാ പാസ്റ്റർ ആകുവാൻ ഒരിക്കലും ആഗ്രഹിച്ച ഒരാളല്ല. ഞാൻ ഒരിക്കലും ഒരു സഭാ ശുശ്രൂഷ ആഗ്രഹിച്ച ഒരാളല്ല. എൻ്റെ ആഗ്രഹം സുവിശേഷം അറിയിക്കുക എന്നുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഒരിക്കലും ഒരു സഭയുടെ പാസ്റ്റർ ആണെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ ഒരിക്കൽ ഞാൻ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഒരു ഉണർവിന് വേണ്ടി, രാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുറിക്കകത്ത് ഞാനൊരു ദർശനം കാണുകയാണ്. ആ ദർശനത്തിനകത്ത് എന്നെ ഒരു ദേശത്ത് ശുശ്രൂഷയ്ക്കായിട്ട് ഹല്ലേലൂയ ആക്കുന്നതും ആ ശുശ്രൂഷയിൽ അവിടെ നിന്ന് മറ്റൊരു ഹോളിലേക്ക് മാറുന്നതും ഒക്കെ ഞാൻ ദർശനം കണ്ടു. ആ ദർശനം കണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന എൻ്റെ ആത്മീയ പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് ദൈവാത്മാവ് നിന്നെ അയക്കാൻ വേണ്ടി പോവുകയാണ്, നീ സഭയുടെ ശുശ്രൂഷ ചെയ്യണം എന്ന് പറയുവാനിടയായി. ഞാൻ പറഞ്ഞു, അന്ന് വരെ എനിക്ക് സഭാ ശുശ്രൂഷ ഇഷ്ടമല്ലായിരുന്നു, എനിക്ക് അത് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ദൈവദാസൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കണ്ട ദർശനം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് എനിക്ക് നോ പറയാൻ പറ്റിയില്ല. എനിക്ക് നോ പറയാൻ പറ്റിയില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നെ ആ ശുശ്രൂഷയ്ക്കായി ഈ ദേശത്തേക്ക്, ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന ഈ കടുത്തുരുത്തി ദേശത്തേക്ക് ദൈവാത്മാവിനെ കൊണ്ടുവന്നു. ചെറിയ ഒരു ഹോളിനകത്താണ് ശുശ്രൂഷ തുടങ്ങിയത്. വലിയ ഞെരുക്കങ്ങളായിരുന്നു, ഇടുക്കങ്ങളായിരുന്നു. പക്ഷെ ഞാൻ കണ്ട ദർശനത്തിനകത്ത് മറ്റൊരു ഹോളിലേക്ക് മാറുന്ന ദർശനമാണ് ഞാൻ കണ്ടത്. എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം പരിശുദ്ധാത്മാവ് ഒരു വിശാലത തന്നു. ഞാൻ കണ്ട ദർശനത്തിലുള്ള ആ ഹോളിനകത്താണ് ഇന്ന് ഞാൻ ഇരിക്കുന്നത്. ആ ദർശനം ദൈവം ഇന്ന്
പൂർത്തീകരിച്ചിരിക്കുക. Hallelujah. നമ്മുടെ ദർശനം നീ കണ്ടു കഴിഞ്ഞാൽ ആ ദർശനത്തിനകത്തേക്ക് നിന്നെ ദൈവം കയറ്റും. Hallelujah. രാത്രി ആരോടോ പരിശുദ്ധാൽ പറയാ, ചില ദർശനത്തിനകത്തേക്ക് ദൈവം നിന്നെ കയറ്റാൻ പോവാ. നീ Amen. കണ്ട ചില ദർശനത്തിനകത്ത്, ഇന്ന് രാത്രി ഞാൻ ആ ദർശനത്തിനകത്ത് ഇരിക്കുന്നത്. Hallelujah. Praise the Lord. ഞാൻ കണ്ട ദർശനത്തിനകത്ത് ഞാൻ ഇരിക്കുന്നത്. Hallelujah. കണ്ട ദർശനത്തിനകത്ത് ദൈവത്തിനെ ഇരുത്താൻ പോവുകയാണ്. Abrialara shakabarasia. ഏറ്റെടുക്കുന്നത് Hallelujah. Vimarabara shakaraba. നിന്റെ ദർശനത്തെ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് കേട്ടുകയാ. യോസേഫ് കണ്ട സ്വപ്നത്തിനകത്ത് Hallelujah. അവനെ കൊണ്ട് ഇരുത്തി. അവൻ കണ്ട സ്വപ്നം അവന്റെ സഹോദരങ്ങൾ, അപ്പനും സഹോദരങ്ങളും വന്ന് അവന്റെ മുമ്പിൽ സാഷ്ടാംഗം വണങ്ങുന്നത് അവൻ കണ്ട ദർശനമാണ്. യോസേഫേ, ആ ദർശനം പറഞ്ഞ ദൈവം നിന്നെ ദർശനത്തിനകത്ത് കൊണ്ട് ഇരുത്തിയെങ്കിൽ വിളിച്ചു പറയാ, നീ കണ്ട ദർശനത്തിനകത്തേക്ക് ദൈവാത്മാവ് നിന്നെ കയറ്റുകയാണ്, പകരുകയാ. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഒരു പകർച്ച നിന്റെ മേൽ ദൈവം തുറക്കുകയാണ്. Thank you, Jesus. Hallelujah. Receive the fire. I receive it. Thank you, Jesus. Thank you, Jesus. Hallelujah. Glory, Baba, 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 Baba. Receive the fire of Holy Spirit. നീ കണ്ട ദർശനത്തിനകത്ത്. Hallelujah. ഹല്ലേലൂയ. പത്രോസ് കണ്ട ദർശനം എന്താണെന്നറിയാമോ? പത്രോസ് കണ്ട ദർശനം ഒരു ദുപ്പട്ടി ഇറങ്ങി വരുന്നത് ആകാശത്തിൽ നിന്ന്. അതിനകത്ത് വിവിധമായിട്ടുള്ള മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളെ വചനം പറയുകയാണ്, അവനോട് പറയുകയാണ്, ആകാശത്തെ പറവകൾ, ഇഴജാതികൾ, എന്ത് പറയുന്ന സകലവിധമായ കാര്യങ്ങളും അവിടെ കടന്നു വന്നു. പക്ഷേ ദൈവം പറയാതെ ഇന്ന് അറുത്ത് അതിനെ ഭക്ഷിക്കാൻ പറയുക. ദൈവത്തിന്റെ ശബ്ദമുണ്ടായത് അത് അറുത്ത് ഭക്ഷിക്കാനാണ്. അതിൽ ദൈവം പറഞ്ഞ പ്രകാരം അവനത് ഹല്ലേലൂയ അപ്രകാരം ഒന്നും കഴിക്കത്തില്ല. ഞാൻ വിശുദ്ധനാണ്, ഞാൻ യഹൂദനാണ്, ഞാൻ കഴിക്കത്തില്ലെന്ന് പറഞ്ഞ പത്രോസിന് വീണ്ടും ആ ശബ്ദം ദൈവം 3-ാം പ്രാവശ്യവും അവൻ ആ ശബ്ദം ഉണ്ടായി. ഹല്ലേലൂയ. അതിൽ 3 പ്രാവശ്യത്തോളം ആ ശബ്ദം ഹല്ലേലൂയ അവിടെ കേൾക്കുവാനിടയായി. കണ്ട ദർശനത്തിനകത്ത് ദൈവം സംസാരിച്ചു. രാത്രി കണ്ട ദർശനത്തിനകത്ത് ദൈവം സംസാരിച്ചു. കണ്ട ദർശനത്തിനകത്ത് ദൈവം സംസാരിച്ചു. നീ കണ്ട ദർശനത്തിനകത്ത് ദൈവികമായ സംസാരം ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. യേശുവിന്റെ നാമം പത്രോസ് കണ്ട ദർശനത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ ആ ദർശനം എന്താണെന്ന് അവൻ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ശ്രദ്ധിച്ച്, അവൻ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ട ദർശനം എന്താണ്, ഞാൻ എന്താണ് ദൈവം എന്നോട് സംസാരിച്ചത്, ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദർശനത്തിലേക്ക് അവനെ കൊണ്ടെത്തിക്കുവാൻ ദർശനത്തെ ദൈവം കൈമാറിയ നിമിഷം തന്നെ ദൈവത്തിന്റെ ചില ദൈവ നിയോഗമുള്ളവരെ ദൈവം അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. രാത്രി ഞാൻ ചിലരുമായി ദൈവം നിന്നെ കണക്ട് ചെയ്യാൻ എത്തിക്കുന്ന, നിന്നെ ദർശനത്തിലേക്ക് നിന്നെ എത്തിക്കുന്ന ചില വ്യക്തികളുമായിട്ട് ദൈവം നിന്നെ കൂട്ടിമുട്ടാൻ പോകും. നീ ഇതുവരെ ജാതികളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടില്ല, നീ ജാതികളോട് സുവിശേഷം പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുക, നിങ്ങൾക്ക് ജാതികളിലേക്ക് ദൈവം ഒരു ഓപ്പണിംഗ് തരാം. ജാതികളുടെ ഇടയിലേക്ക് നിന്നെ ഇറക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ അടുക്കലേക്ക് കൊർനെല്യോസ് അയച്ച ചില പുരുഷന്മാർ നിന്റെ അടുക്കലേക്ക് വരികയാണ്. രാത്രി ഞാൻ പറയാം, ദർശനത്തിനകത്തേക്ക് നിന്നെ കൊണ്ടെത്തിക്കുവാൻ ചില വ്യക്തികളുമായി ദൈവം നിന്നെ കണക്ട് ചെയ്യും. നിയോഗമുള്ള ചിലവർ, നിയോഗമുള്ള ചില നിന്റെ യാത്രകൾക്ക് നിന്നെ സഹായിക്കുന്ന, നിന്റെ യാത്രകൾക്ക് നിന്നെ യാത്രയിലേക്ക് ശ്രദ്ധിച്ചേ. പത്രോസിന് എവിടെയാ പോകണ്ടേന്ന് അറിയത്തില്ല, എവിടെ ചെല്ലണമെന്ന് അറിയത്തില്ല. പക്ഷെ അറിയാവുന്ന വ്യക്തി, അറിയാവുന്ന 4 വ്യക്തികൾ പത്രോസിന്റെ അടുക്കൽ വന്നു. ആമേൻ. പരിശുദ്ധാത്മാവ് നിന്റെ അടുക്കലേക്ക്
ചില വ്യക്തികളെ അയക്കും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ നിന്റെ അടുക്കിലേക്ക് അയക്കും. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയിലേക്ക് ദൈവാത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടി പോകുക. ആമേൻ. ശബ്ദത്തിനകത്തല്ല, ആത്മാവിൽ സഞ്ചരിക്കുന്ന ദൈവപ്രവർത്തി നിന്റെ ജീവിതത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്താൻ വേണ്ടി പോകുക. ഹല്ലേലൂയ. ആ ദർശനം എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ പത്രോസിന്റെ വീട്ടുവാതിക്കൽ അഡ്രസ് ചോദിച്ച് വ്യക്തികൾ വന്ന് നിൽക്കുകയാണ്. അമേൻ. നീ കണ്ട ദർശനത്തിലേക്ക് നിന്നെ കൈപിടിച്ചുകൊണ്ട് പോകുവാൻ ദൈവം ആളുകളെ അയച്ച് കൊണ്ടെത്തിക്കുവാൻ. ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ പറയാം, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നീ കണ്ട ദർശനത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാൻ പോവാം. ആമേൻ. 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 എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ആമേൻ. പരിശുദ്ധാത്മാവ് നിന്നെ സകല സത്യത്തിലും വഴി നടത്തും. ആമേൻ. ആമേൻ. തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ചിലർക്ക് പരിശുദ്ധാത്മാവിന്റെ അളവറ്റമായ സാന്നിധ്യം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നിന്റെ മേൽ വരുമ്പോൾ നിന്നെ ആ ശക്തി നിന്നെ കൊണ്ടുപോകേണ്ട സ്ഥലത്തേക്ക് വിശ്വസിച്ചേ. ആത്മാവിലൊന്ന് ദൈവികമായ ശുശ്രൂഷയുണ്ട്. ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ഇതിനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അതിലേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിക്കുവാൻ രാത്രികാലം ദൈവം ആത്മാവിനെ പകരും. തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോ സകല സത്യത്തിലും വഴി നടത്തും. രാത്രി പരിശുദ്ധാത്മാവാണ് നിനക്ക് വേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയാണ് വേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നിനക്ക് വേണ്ടത്. പരിശുദ്ധാത്മാവ് കഴിഞ്ഞാൽ നീ പോകാൻ തീരുമാനിച്ചില്ലെങ്കിലും പത്രോസെ നിന്നെ വലിച്ചുകൊണ്ട് പോകാൻ ദൈവാത്മാവ് നിന്റെ അടുക്കൽ വരും. ഹല്ലേലൂയ. രാത്രി എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയുക. പൗലോസിന് അല്ലെങ്കിൽ യെരുശലേമിലേക്ക് അതല്ലേ പൗലോസ് ഇങ്ങനെ പറയാം, ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി ഞാൻ കടന്നു പോകുകയാണ്. അല്ല, ആത്മാവ് അവനെ ബന്ധിക്കപ്പെട്ടു. ഒരു ട്രെയിനിന്റെ എൻജിൻ, ആ എൻജിന്റെ പുറകിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഒത്തിരി ബോഗികളുണ്ട്. ആ ബോഗികൾക്കൊന്നും വലിയ പവർ ഒന്നുമില്ല, പക്ഷെ എൻജിന്റെ അകത്ത് പവറുണ്ട്. ആ എൻജിനിലേക്ക് ആ ബോഗി ഘടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നതും ആ വണ്ടി എവിടെ നിൽക്കണമെന്നും എവിടെ ചെല്ലണമെന്ന് തീരുമാനിക്കുന്നതും ആ ബോഗിയല്ല, ആ എൻജിനാണ്. വരത്തില്ലെന്ന് പറഞ്ഞാലും അത് നീ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നിന്നെ വലിച്ചോണ്ട് പോകും. രാത്രി പരിശുദ്ധാത്മാവ് പറയും, ചിലരെ വലിച്ചോണ്ട് പോകും, ചിലതിനെ വലിച്ചിറക്കാൻ പോവുക. ദൈവം ചിലതിനെ വലിച്ചിറക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ പത്രോസ് അവിടെ ചെന്ന് കൊർന്നല്യോസിന്റെ വീട്ടിനകത്ത് ചെന്ന് അവൻ വാ തുറന്ന് ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങി. 44 വാക്കിനകത്ത് പറയുകയാണ്, ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവാണ്. അപ്പൊ പത്രോസ് എന്താ പ്രസംഗിച്ചത്? അവിടെ ചെന്ന് പ്രസംഗിച്ചത് മറ്റൊന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചെന്നും അത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഞങ്ങൾക്ക് പ്രത്യക്ഷനായെന്നും
ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം അവനെ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവം നിയമിച്ചു എന്നുള്ള സുവിശേഷം ഹല്ലേലൂയ പത്രോസ് അവിടെ പ്രസ്താവിച്ചപ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഈ പ്രസ്താവിക്കേണ്ട വചനം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. എന്താണ് പ്രസംഗിക്കേണ്ടത്? യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ദൈവം അവനെ ഉയർപ്പിച്ചു, അവൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ള സുവിശേഷം. അവൻ മൂലം ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്നുള്ള ആ ദൈവികമായ വചനം ഏതു വ്യക്തിയും ഏത് വലിയ പാപത്തിനകത്തു നിന്നും അവന്റെ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ, അവന്റെ നാമത്തിൽ ആശ്രയിക്കുമ്പോൾ അവൻ മൂലം പാപമോചനം ലഭിക്കുമെന്നുള്ള സുവിശേഷം പത്രോസ് പറഞ്ഞപ്പോൾ, അപ്പൊ നമ്മൾ പലരും പ്രസംഗിക്കുന്നുണ്ട്. നമ്മൾ മോശയെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മൾ ശിംശോനെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മൾ പല ഏലിയാവിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയേണ്ട സുവിശേഷം അല്ല, യേശു ക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചെന്നും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാപമോചനം ലഭിക്കുമെന്നും നമ്മൾ പറയുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരും. ഹല്ലേലൂയ. രാത്രിയും പലരും പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയുമ്പോഴാണ് പാപമോചനം ലഭിക്കുന്നത്. ഹല്ലേലൂയ. സുവിശേഷം നീ പറയുമ്പോൾ നീ പറയുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. വചനം പറയും, അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും പത്രോസ് കേട്ടു. ഹല്ലേലൂയ. അവർ വിജാതികളാണ്, അവർ ജാതികളാണ്. ജാതികൾ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. ജാതികൾക്ക് പരിശുദ്ധാത്മാൻ ഇടയായിത്തീർന്നു. ഇന്ന് രാത്രികാലവും ഞാൻ വിളിച്ചു പറയാം, ജാതികളുടെ മേൽ ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കുവാൻ ദൈവത്തിന്റെ നിയോഗമുണ്ട്. രാത്രികാലം അത് തിരിച്ചറിയുന്നുണ്ട്. എന്നെ ഒന്ന് ഉപയോഗിക്കണം കർത്താവ്. അത് ജാതികളോട് കർത്താവിനെ അറിയിക്കുവാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കണമേ പറയുന്നുണ്ട്. എത്ര പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഇത് രാത്രി പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിലൊന്ന് സമർപ്പിച്ച് അത് ജാതികളോട് സുവിശേഷം അറിയിക്കുവാൻ, ജാതികളോട് സുവിശേഷം പറയുവാൻ കർത്താവേ അങ്ങ് എന്നെ അഭിഷേകം ചെയ്യണം. പരിശുദ്ധാത്മ പറയുക, ഈ ദിവസങ്ങൾ നീ ഒരുങ്ങിക്കോ. ദൈവത്തിന്റെ ചില പദ്ധതി പ്രകാരം യാക്കോബിന് ചൈതന്യം മടങ്ങി വന്നതുപോലെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോകുക. അന്ത്യകാല ശുശ്രൂഷക്കായി പരിശുദ്ധാത്മാവിനെ ചില ഹൃദയത്തിനകത്തുള്ള ഭാരങ്ങൾ പിന്നെ പലപ്പോഴും പുറകോട്ട് ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിലും ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ പറയുക, നീ മുൻപോട്ട് തന്നെ പോകാം. അതിൽ മോശയോട് പറഞ്ഞതുപോലെ നീ മുൻപോട്ട് പോകാം. അത് ഈ ദിവസങ്ങളിൽ പ്രതിസന്ധികളെ നോക്കണ്ട, പ്രതികൂലങ്ങളെ നോക്കണ്ട, മുൻപോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ വലിയ ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് നിന്നിലൂടെ പുറത്തെടുക്കുമെന്ന് നിന്റെ ചാർച്ചക്കാരെ മാത്രമല്ല, നിന്റെ കുടുംബക്കാരെ മാത്രമല്ല, നിന്നിലൂടെ പലരെയും പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ആത്മാവ് നിന്നെ തിരിക്കുവാൻ, പലരെയും തിരിച്ചു കൊണ്ടുവരുവാൻ ആത്മാവാലോചന പറയുക. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവദാസനെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുക. ആത്മാവിനോട് സംസാരിക്കുക. യേശുവിന്റെ നാമത്തിൽ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് മീറ്റിംഗിലായിരിക്കുന്ന ചില വ്യക്തികളോട് ഞാൻ പറയാം, അത് നീ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. നിനക്ക് നന്മയും നീ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. തന്നോട് യാചിക്കുന്നവർക്ക് അവരോട് കൂടെ രാത്രികാലം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സ്ഥലത്ത്
അല്ല നിന്നെ അയച്ച് കൊട്ടാരത്തിൽ വിട്ട് നിന്നെ കൊണ്ട് പറഞ്ഞ ദൈവം ഹല്ലേലൂയ ആ ആലോചന പറഞ്ഞെങ്കിൽ ശരീരത്തിൽ നിനക്ക് വെള്ളം തന്നെങ്കിൽ അതോടുകൂടെ തന്നെ പറയാം, നീ ദൈവവേലയ്ക്ക് വേണ്ടി നിന്നാൽ, ദൈവശബ്ദത്തിന് വേണ്ടി നിന്നാൽ നിനക്ക് വേണ്ടി അപ്പവും ഇറച്ചിയും ദൈവം തരും. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചു അതോടുകൂടെ സകലതും ലഭിക്കും. നീ ഭാരപ്പെടണം, നീ വിഷമിക്കണ്ട, നീ മുൻപോട്ട് ദൈവവേലയ്ക്ക് മുമ്പോട്ട് പോകും. ദൈവശബ്ദം കേട്ട് മുമ്പോട്ട് പോകും. ഇപ്പോൾ ഒന്നും മുമ്പിൽ കാണുന്നില്ലായിരിക്കും, കാണുന്നില്ല. ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് ദൂത് പറഞ്ഞ ഏലിയാവേ, ഇപ്പോൾ നീ ഒന്നും മുമ്പിൽ കാണുന്നില്ല. നിന്റെ മുമ്പിൽ എല്ലാ വഴിയും വളഞ്ഞ് ശരീരത്തിൽ നീ ഒറ്റയ്ക്ക് ഏകനായിരിക്കുകയാണ്. പറയുക, ഇവിടെ കൊണ്ട് നീ അവസാനിക്കത്തില്ല, ഈ കരീത്തിൽ നീ അവസാനിക്കത്തില്ല. ഈ കരീത്തിന് അപ്പുറമായി ഒരു സാറാഫത്തിൽ നിനക്കൊരു ശുശ്രൂഷയുണ്ട്. ചിലരോട് പറയുക, ചില മരണത്തെ മാറ്റുന്ന ഒരു മിനിസ്ട്രി ദൈവം നിന്നെ കുറിച്ച് കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ആരോടോ ദൈവാത്മാ പറയും, ഇവിടെ കൊണ്ട് നീ അവസാനിക്കത്തില്ല, കരീത്തിൽ നീ ഒതുങ്ങത്തില്ല, കരീത്തിൽ നീ തീരത്തില്ല. കരീത്തിനപ്പുറമായി ഉടവലകത്തെ ചില വരവുകൾ നിന്നു, കാക്കയുടെ വരവ് നിന്നു, വന്ന പൈസ നിന്നു, വന്ന നന്മകൾ നിന്നു. അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ട. ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ചില നന്മയിലേക്ക് ദൈവം കയറ്റാൻ പോകും. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരീത്തിൽ വന്ന കാക്കയുടെ ചുണ്ടിലിരിക്കുന്ന അല്പം അപ്പവും അല്പം ഇറച്ചിയുമാണ് ഏലിയ വന്നുവരെ കഴിച്ചത്. ആ ദൈവിക പദ്ധതിക്കകത്ത് നിന്ന് സ്വർഗം അവന് കൊടുത്ത വിശാലത എന്താന്ന് ചോദിച്ചാൽ, അല്ല ഇപ്പോ അപ്പം കഴിക്കാൻ വേണ്ടി ഏലിയാവിന് വരുന്നത് നല്ല ചൂടപ്പോ. കരീത്തിൽ വരുന്നത് കാക്കയുടെ ചൂണ്ടിലിരിക്കുന്ന അപ്പം ഒരുപക്ഷെ തണുത്തതായിരിക്കും. ഹല്ലേലൂയ. പക്ഷെ വീട്ടിൽ കയറിയ സാറാഫത്തിൽ വേണ്ടി അവന് വേണ്ടി ദൈവം ഒരുക്കിയത് നല്ല ചൂടപ്പോ. ഞാൻ പറയാം, ഹല്ലേലൂയ, ഫ്രഷ് ആയിട്ടുള്ളത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പിടിച്ചോ, രാത്രി പിടിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റെടുത്ത് ആരാധിച്ചോ. ചൂടുള്ള അപ്പം, ചൂടുള്ള അപ്പം കഴിഞ്ഞതിനെ ഓർത്ത് ഭാരപ്പെടണ്ട, ഭാരപ്പെടണ്ട. ഫ്രഷ് അപ്പം വരികയാണ്. ദൈവം നിനക്ക് തരികയാണ്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നീ ഇറങ്ങിയിട്ട് നീ ലജ്ജിക്കപ്പെടാൻ ദൈവം. ഇതിനെ ഒരുപക്ഷെ കാക്ക വരത്തില്ലായിരിക്കും, കാക്കയെ കാണുന്നില്ലായിരിക്കും, ഹല്ലേലൂയ, പ്രതീക്ഷിച്ച നന്മയൊന്നും വരുന്നില്ലായിരിക്കും. പക്ഷെ ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. ദൈവം കൈവിട്ടിട്ടില്ല. കാക്കയില്ലായിരിക്കും, പക്ഷെ കാക്കയ്ക്ക് തരാൻ കഴിയാത്തത് വചനം അങ്ങനെയാ പറയുന്നത്, ഞാൻ അവളോട് കൽപ്പിച്ചിരിക്കുന്നു. നിന്റെ ദേശത്ത് നിന്നെ സഹായിക്കുവാൻ, നിനക്ക് നന്മ വരുവാൻ ചിലരുടെ മേൽ കൽപ്പന പുറപ്പെടുകയാണ്. ആമേൻ. ഒരു ദൂതും കൂടി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിനകത്ത് ഹല്ലേലൂയ വീഞ്ഞില്ലാത്തൊരവസ്ഥ വന്നു. നിങ്ങൾ നോക്കിക്കേ, ഞാൻ വേഗത്തിൽ പറയാം. ആ വീട്ടിനകത്ത് ആദ്യമേ കല്യാണത്തിന് വന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് ഏറ്റവും നല്ല വീഞ്ഞ് കിട്ടി. ആ ഏറ്റവും നല്ല വീഞ്ഞ് കിട്ടിയവർ നല്ല രീതിയിൽ സന്തോഷത്തോടെ ആനന്ദത്തോടെ ഇരുന്നവരാ. രണ്ടാമത് വന്ന ആൾക്കാർക്ക് കിട്ടിയത് നല്ല വീഞ്ഞൊന്നുമല്ല, പക്ഷെ ഏറ്റവും അവസാനം വന്നവർക്ക് വീഞ്ഞില്ല. പുളിച്ച വീഞ്ഞെങ്കിലും കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചായിരിക്കും അവർ വന്നത്. പ്രതീക്ഷിച്ച വീഞ്ഞും ഒന്നുമില്ലാത്ത അവസ്ഥയായിപ്പോയി. ഇനി കാലിപാത്രം മാത്രമേ ഉള്ളൂ വീട്ടില്. ആമേൻ. പ്രതീക്ഷിച്ച വീഞ്ഞില്ല വീട്ടിനകത്ത്. പക്ഷെ സ്വർഗം പറയുക, ഹല്ലേലൂയ, യേശുവിന്റെ അമ്മ ഇങ്ങനെ പറയുക, അവൻ വല്ലതും കൽപ്പിച്ചാൽ
ഹല്ലേലൂയ. അങ്ങനെ ചെയ്വിൻ. ഹല്ലേലൂയ. കൽപ്പന പുറപ്പെടാൻ പോവാ. ആമേൻ. താങ്ക് യു ജീസസ്. അവസാനമായി പോയില്ലേ? എന്റെ മുമ്പിലുള്ളവരെല്ലാം കേറിപ്പോയല്ലോ. എന്റെ മുമ്പിൽ ഒത്തിരി പേർക്ക് നല്ല വീഞ്ഞ് കിട്ടി. അവരെല്ലാം നല്ല രീതിയിൽ കഴിച്ചു, നല്ല രീതിയിൽ പ്രാപിച്ചു, നന്നായിട്ട് ഉയർന്നു, നല്ല വീട് വെച്ചു, നല്ല ജോലി കിട്ടി. എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല, എനിക്ക് ഉയർച്ച ലഭിച്ചില്ല, ശുശ്രൂഷ ലഭിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെടുന്ന വ്യക്തികളോട് പരിശുദ്ധം പറയുക, ഇല്ല ഇല്ല ഇല്ല, ഇന്ന് രാത്രി ദൈവാത്മാവ് നിനക്ക് വേണ്ടി ചില കൽപ്പനകൾ പുറപ്പെടുകയാണ്. ആദ്യമേ വന്നവന് ലഭിക്കാത്തത്, രണ്ടാമത് വന്നവന് ലഭിക്കാത്തത്, മറ്റാർക്കും കിട്ടാത്ത ചില നന്മകൾ നീ പ്രാർത്ഥിച്ചോ? യേശുവിന്റെ നാമത്തിൽ മറ്റാർക്കും ലഭിക്കാത്ത ചില നന്മകൾ ദൈവം നിനക്ക് വേണ്ടി രാത്രികാലം ഇതിനകത്ത് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിച്ചത് ഏറ്റെടുത്തോ. രാത്രികാലം പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു ദൂത് പറയുക, മറ്റാർക്കും ലഭിക്കാത്ത ചില നന്മകൾ, മറ്റാർക്കും ലഭിക്കാത്ത ചില അനുഗ്രഹങ്ങൾ രാത്രി പരിശുദ്ധാത്മാവിന്റെ കൽപ്പന നിനക്ക് വേണ്ടി പുറപ്പെടുകയാണ്. അവൻ വല്ലതും കൽപ്പിച്ചാൽ അങ്ങനെ ചെയ്യുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യമേ വന്നവന് ലഭിക്കാത്തത്, രണ്ടാമത് വന്നവന് ലഭിക്കാത്തത്, ഹല്ലേലൂയ, ഏറ്റവും അവസാനം വന്നവന്, ഹല്ലേലൂയ, ഇതുവരെ ആരും കഴിച്ചിട്ടില്ലാത്ത, കുടിച്ചിട്ടില്ലാത്ത, ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഏറ്റവും നല്ല. അത് ദൂത് ഇങ്ങനെ പറയാം. പെന്തക്കോസ്തിന്റെ പാരമ്പര്യം പറയുന്ന കഴിഞ്ഞ പിതാക്കന്മാരുടെ ഒരു തലമുറ ഉണ്ടാവും. അവരൊത്തിരി നന്മ പ്രാപിച്ചിട്ടുണ്ട്. മക്കളുടെ കാലം വന്നപ്പോ അവർക്ക് അപ്പന്മാർക്ക് ലഭിച്ച ആ ഒരു ഉണർവൊന്നും കിട്ടിക്കാണത്തില്ല. എന്തൊക്കെയോ കുറച്ചൊക്കെ കിട്ടി. പക്ഷെ അവസാനം വരുന്നൊരു കൂട്ടമുണ്ട്. ആ ജനറേഷന് പറയത്തക്ക പാരമ്പര്യമൊന്നുമില്ല. അവർക്ക് പറയത്തക്ക ഒന്നുമില്ല. അവർക്ക് പ്രതീക്ഷിച്ച ഒന്നും കിട്ടുന്നില്ല. പക്ഷെ സ്വർഗം പറയുക, അവസാനം വന്ന പാരമ്പര്യം പറയാനില്ല. മൂന്നാം തലമുറയോ നാലാം തലമുറയോ ഒന്നും അല്ല നീ. പക്ഷെ പരിശുദ്ധം പറയാ, നിനക്ക് വേണ്ടി സ്പെഷ്യൽ ഒന്ന് ദൈവം കരുതിയിട്ടുണ്ട്. പാരമ്പര്യം പറയാനില്ലാത്ത നിനക്ക് വേണ്ടി ദൈവം സ്പെഷ്യലായി ചിലത് കരുതിയിട്ടുണ്ട്. രാത്രികാലം ആരോടോ പരിശുദ്ധാത്മ പറയും, നീ ഭാരപ്പെടണ്ട. പലരും കേറിപ്പോയെന്ന് പറഞ്ഞ് നീ ഭാരപ്പെടണ്ട. പലരും കേറിപ്പോയെന്ന് പറഞ്ഞ് നീ ഭാരപ്പെടണ്ട. രാത്രി അവർക്ക് ആർക്കും ലഭിക്കാത്ത ചിലത്, പാരമ്പര്യം പറയുന്നവർക്ക് ലഭിക്കാത്തത്. യേശുവേ, പാരമ്പര്യം പറയുന്നവർക്ക് ലഭിക്കാത്ത സ്വർഗം നിന്റെ മേൽ കൈമാറാൻ വേണ്ടി. ഏറ്റവും നല്ല വീഞ്ഞ്, ഇത്ര നല്ല വീഞ്ഞ് നീ എങ്ങനെ ഇത്രത്തോളം സൂക്ഷിച്ചു വെച്ചു? രാത്രിക്കാരൻ ഞാൻ പറയാം, ദൈവം ചിലത് സൂക്ഷിച്ചു വെച്ചു. രണ്ടാമത് വന്നവർ, ഒടുക്കം വന്നവർക്ക് ഇതൊരു അന്ത്യകാലമാണ്. കർത്താവിന്റെ കാലം ഏറ്റവും അടുത്തിരിക്കുക. ഈ അന്ത്യകാലം ഏറ്റവും നല്ല വീഞ്ഞാ ദൈവം തരുന്നത്. അപ്പന്മാർക്ക് കൊടുക്കാം. നീ മറ്റുള്ളവരെ നോക്കണ്ട, നീ ബെന്നിഹിന്നെ നോക്കണ്ട, നീ റെയ്നാഡ് ബോങ്കെ നോക്കണ്ട. അല്ലെങ്കിൽ നീ ഒത്തിരി ആൾക്കാരുണ്ടാവും, ഉണർവിന് വേണ്ടി ഒത്തിരി ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്കാർക്കും ലഭിക്കാത്ത ഒരു ഉണർവിന്റെ ആത്മാവ് നിനക്ക് തരാൻ കഴിയും. നീ ചോദിച്ചേ, തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം. നീ മറ്റുള്ളവരെ പോലെ ആകാൻ നോക്കണ്ട, യാതൊരുമാരാകാൻ നോക്കണ്ട. അവർക്ക് ലഭിക്കാത്തത് തരാൻ കഴിയും. ഓ, തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കും. രാത്രികാലം പരിശുദ്ധാത്മാവിനെ എത്രയധികം. രാത്രികാലം പ്രാർത്ഥിച്ചു. ഒരുപാട് കൽപാത്രങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മനുഷ്യൻ തള്ളിയതാണ്. അതിനെല്ലാം പ്രയോജനമില്ലെന്ന് പറഞ്ഞു, നല്ലതൊന്നും എടുത്തു വെക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു. ആ കൽപാത്രങ്ങളെല്ലാം മാറ്റിയിട്ടതാണ്.
പക്ഷെ സ്വർഗത്തിന്റെ കണ്ണ് ആ കൽപാത്രത്തിലേക്ക്. ഹല്ലേലൂയ. രാത്രികാലം മറ്റുള്ളവരെല്ലാം തള്ളിക്കളഞ്ഞേ, ആർക്കും വേണ്ടത് പറയുന്നേനെ ഹല്ലേലൂയ. രാത്രികാലം ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുകൾ വന്നിട്ടുണ്ടാവാം, പിന്മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ഒരുപാട് പ്രാവശ്യം നീ മാറിപ്പോയിട്ടുണ്ടാവാം. പക്ഷെ ഒരുപാട് പ്രതികൂലങ്ങളുള്ള, പ്രശ്നങ്ങളുള്ള, വാക്കുകൾ പൊട്ടിയ, മറ്റുള്ളവർ ഹീനമായി കണ്ട, കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ആ കൽപ്പാത്രത്തെയാണ് യേശു തെരഞ്ഞെടുത്തത്. ഇതിനകത്ത് ഇതിന്റെ ക്വാളിഫിക്കേഷനോ ഡിഗ്രിയോ സർട്ടിഫിക്കറ്റോ BTHോ ഇതൊന്നേക്കാളൊക്കെ ഉപരിയായി യേശുവിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ദൈവം നിന്റെ മേൽ തരിക. താങ്ക് യു ജീസസ്. രാത്രി ഇത്ര ശ്രേഷ്ഠമായ വീഞ്ഞ്, ഇത്ര ശ്രേഷ്ഠമേറിയ വീഞ്ഞ് അത് വഹിക്കുവാൻ ദൈവത്തിന് ചില പാത്രങ്ങളെ ആവശ്യമാണ്. ഇത്ര നല്ല വീഞ്ഞിനെ കൊണ്ടു നടക്കാൻ എത്ര പേര് തയ്യാറാണ്? എത്ര പേര്? ഞാൻ റെഡിയാണ് കർത്താവേ, റെഡിയാണ് അപ്പാ. ഹല്ലേലൂയ ജീസസ്, ജീസസ് ഹല്ലേലൂയ. ആരും ബന്ധത്തിലേക്ക് വരുവാൻ താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ, പരിശുദ്ധാത്മാവേ പരിശുദ്ധ ആത്മാവേ അളവില്ലാതെ നിറയണമേ. അതുമൊത്തോളം പോരായേ, അരയോളം പോരായേ, അതുമൊട്ടോളം പോരായേ, അത് അരയോളം പോരായേ. നീന്തിട്ടല്ലാതെ കടപ്പാലാകരുതേ, ഓ അത് നീന്തിട്ടല്ലാതെ കടപ്പാലാകരുതേ. പറയാം, ഈ പരിശുദ്ധാത്മാവിനെ വഹിക്കുവാനാണ് രാത്രികാലം ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. യോഗ്യന്മാരുണ്ടായിരുന്നു ആ വീട്ടിൽ, ഒത്തിരി നല്ല പാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഭംഗിയുള്ളതും ഉറപ്പുള്ളതും ബലമുള്ളതും പുതിയതും ദാഗൽഭ്യം പറയാനുള്ളതും ഒക്കെ ആ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ സ്വർഗം തെരഞ്ഞെടുത്തത് മറ്റുള്ളവരെല്ലാം മാറ്റിയിട്ടതിന്, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ മോശത്തമായനെ തെരഞ്ഞെടുത്തു. രാത്രി ദൈവാത്മാവ് ഇങ്ങനെയാണ് പറയുന്നത്, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, മൺപാത്രങ്ങൾക്കകത്ത് ഞങ്ങൾക്ക് പകർന്നിരിക്കുന്നു. പറയുവാനോ പുകഴുവാനോ പ്രശംസിപ്പാനോ ഞങ്ങൾക്ക് ഇത് മൺപാത്രത്തിനകത്താണ് ദൈവം പകർന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയാം, ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തും, നമ്മളെ വഴി നടത്തും. അവർ ഇതിനകത്ത് ചില കണ്ടിരിക്കുക. ലിജു ദൈവാത്മാവ് നിന്നോട് പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ ഒരു ശുശ്രൂഷക്കായി, പരിശുദ്ധാത്മാവുമായി വലിയ ബന്ധത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുന്നവനാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ശക്തമേറിയ ഒരു മുന്നേറ്റം നിന്റെ ജീവിതത്തിൽ തരും. ഏലിയാവിന്റെ മേലെ യഹോവയുടെ കൈവന്ന് അഹാബിന്റെ രഥത്തിന് മുമ്പിൽ ഓടിക്കേറിയതുപോലെ ഈ ദിവസങ്ങളിൽ നിനക്കൊരു മുന്നേറ്റമുണ്ട്. ശക്തമേറി ഒരു അഭിഷേകത്തിനായി ഈ ദിവസങ്ങളിൽ നീ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച ദൈവാത്മാവിന്റെ മേൽ തന്ന ഒരു ഉണർവിന്റെ ശുശ്രൂഷയുമായി ദൈവം നിന്നെ ഒരു ശുശ്രൂഷ ഞാൻ നിന്നിൽ കണ്ടിട്ടുണ്ട്. അതിനെ പൂർത്തീകരിക്കത്തക്കവണ്ണം ഈ ദിവസങ്ങളിൽ നിന്റെ കാലുകൾക്ക് ദൈവം ബലം പകർന്ന് ഒരു മുന്നേറ്റം നിന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് അറിയിക്കുക. പിതാവേ ശകൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യം അത് നമ്മുടെ നടുവിലുണ്ട്. തടസ്സങ്ങൾ മാറുക, തടസ്സങ്ങൾ ഒഴുക്ക് നിന്റെ ജീവിതത്തിൽ ദൈവാത്മ വെളിപ്പെടുത്താൻ ചില ബ്ലോക്കുകൾ മാറുക, ഫിനാൻഷ്യൽ
ഡോറുകൾ അമ്മ തുറക്കുമെന്ന് ആമേൻ. പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുക. ഇടവനകത്ത് ചില തടഞ്ഞു വെച്ചിരിക്കുന്ന ചില നന്മകൾ വീണ്ടും ദൈവാത്മാവ് തുറക്കുക. അടഞ്ഞുപോയ ചില നന്മകൾ വീണ്ടും ദൈവാത്മാവ് തുറക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ഇന്ന് രാത്രിക്കാലം സമർപ്പിച്ചു ഏലിയാവിന് വേണ്ടി അല്ല സാറാഫത്തിൽ ദൈവം ചില കരുതലുകൾ ഒരുക്കിയത്. ഇന്ന് രാത്രി ആളുകളിയ ഏറ്റവും നല്ല വീഞ്ഞിനെ ആളുകൾ വഹിക്കുവാൻ തള്ളപ്പെട്ട ആ കൽപാത്രത്തെ ദൈവം തെരഞ്ഞെടുത്തതുപോലെ ഇന്ന് രാത്രിക്കാലം ദൈവം നമ്മളെ പ്രയോജനപ്പെടുത്തുവാൻ, ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ, ദർശനം കൊടുത്ത് പത്രോസിനെ ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ജാതികളുടെ ഇടയിലേക്ക് അയച്ചതുപോലെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മ നമ്മളെ നടത്തുവാൻ എല്ലാവരും പ്രാർത്ഥിക്കാൻ. ആമേൻ. ഹല്ലേലൂയ. അമ്മയുടെ ഹൃദയമുള്ളവരുണ്ടാവും, ഹൃദയമുള്ളവർ ഒരപ്പൻ ചേർത്ത് പിടിക്കുന്ന പോലെ, അമ്മ ചേർത്ത് പിടിക്കുന്ന പോലെ തകർന്നു കിടക്കുന്നവർ, ചേർത്ത് പിടിക്കുന്ന അമ്മമാരുടെ ഹൃദയമുണ്ട്, അമ്മമാരുടെ ഹൃദയമുണ്ട്. ജനറേഷനെ എഴുന്നേൽപ്പിക്കുക, തലമുറയെ എഴുന്നേൽപ്പിക്കുക. രാത്രി ദൈവത്തിന്റെ ആത്മാവ് സ്വർഗസ്വപിതാവെ ഞാൻ അനുഗ്രഹിച്ചു പരിശുദ്ധാത്മാവ് സംസാരിച്ചതിനായി സ്തോത്രം. ദൈവജനത്തിന് താവതിന്റെ അനുഗ്രഹമായി ഉയർച്ചയായി ദിവസങ്ങളിൽ ശുശ്രൂഷകൾക്ക് വാതിലുകൾ തുറക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പിതാവേ. സ്തോത്രം.